Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ അതില് തേർഡ് മോഡ്യൂളില് നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതില് ചാപ്റ്റർ 11 ആണ് കേട്ടോ മിസ് നെക്സ്റ്റ് എടുക്കുന്നത്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ്. ഇതല്ലാതെ ഇനി വേറെ തേർഡ് മോഡ്യൂളിൽ എടുക്കാനുണ്ടോ? വേറെ ചാപ്റ്റർ ഉണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എടുക്കാം കേട്ടോ. അപ്പൊ അതിന് മുൻപായിട്ട് ചിലപ്പോ വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും എടുക്കുമായിരിക്കും കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമായിരിക്കും, ചോദിക്കട്ടെ കേട്ടോ. വേറെ ആരെങ്കിലും എടുക്കും? ഞങ്ങൾ 2-3 പേരാണല്ലോ, അപ്പൊ അതിൽ ബാക്കി രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എടുക്കുമായിരിക്കും കേട്ടോ. ഓക്കെ, പോർഷൻസ് തീരുന്നതിനനുസരിച്ച് കേട്ടോ. അപ്പൊ അതില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് ഇതാണ് തേർഡ് മോഡ്യൂളിലെയാണ് കേട്ടോ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ അതില് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ഫോർത്ത് മോഡ്യൂളിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമൊക്കെ ഏകദേശം കുറെയൊക്കെ സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല, എന്നാൽ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കുകയും വേണം കേട്ടോ. പുതിയതായിട്ട് കേൾക്കുന്ന കുറെ ടേമുകളാണ് അല്ലെ, ക്വാളിറ്റി അഷുറൻസ്, ലാബ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലാബ് കേട്ടിട്ടുണ്ടാവും അല്ലെ, അക്രഡിറ്റേഷൻ എന്നൊക്കെ ആ ടേം കേട്ടിട്ടുണ്ടാവും. അതെന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഒരു മേഖലയാണ്, ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മുടെ PG ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. PGയില് ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ചാപ്റ്റർ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, ഫോർത്ത് മോഡ്യൂളിലാവട്ടെ. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതും ഇതൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കുറെ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ അതും ഇതും ഒരുമിച്ച് പഠിച്ചാൽ മതി. അപ്പൊ എളുപ്പമായിരിക്കും കുറച്ചും കൂടി. കുറെ കാര്യങ്ങൾ ഇവിടെയും അതും സെയിം ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അപ്പൊ അത് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ ഇത് ആദ്യം ജസ്റ്റ് മിസ് ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, പിന്നെ കുറച്ച് ലാബിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ്സ്, ചാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇതില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷമാണ് ലാബിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഗുണനിലവാരം അല്ലെ. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറില്ലേ? എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും, ഫുഡ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലാത്ത എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നമ്മൾ പറയാറില്ലേ? പറയാറുണ്ടോ? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ക്വാളിറ്റി ഉള്ളതാന്ന് പറയാ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും ക്വാളിറ്റിയെ കുറിച്ച് അല്ലേ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങി, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നല്ല മെറ്റീരിയൽ ആണെന്നായിരിക്കും പറയാം, അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയും ഇല്ലേ? ഒരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? നിങ്ങളുടെ ആസ്പെക്ട് എന്ന് പറഞ്ഞേ. മെറ്റീരിയൽ നല്ലതാണ്. അതെ, പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാറുണ്ട്. ചിലര് പ്രൈസ് പറയാറുണ്ട്, മെറ്റീരിയൽ പറയാറുണ്ട്. പിന്നെ ഡ്യൂറബിലിറ്റി അല്ലെ, എത്ര നാളത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു അതിനനുസരിച്ച് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അതിലെ മറ്റു പല ചിലപ്പോ കാണാനായിട്ട് നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കും അല്ലെ. കംഫോർട്ട് പറയാം. അപ്പൊ അങ്ങനെ ഓരോരുത്തരോടും കണ്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവരുടെയും, ശരിയല്ലേ? എല്ലാവർക്കും ക്വാളിറ്റിയെ കുറിച്ച് ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല പറയാനുള്ളത്, ഒരുപാട് സവിശേഷതകൾ കൂടുന്നതാണ് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ആദ്യം തന്നെ
നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു ഡെഫിനിഷൻ ആണ്. അത് ശരിക്കും ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക്. ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ നീഡ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ISO ഇല്ലേ, ISO എന്ന് കേട്ടിട്ടില്ലേ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISOന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം അണ്ടർലൈൻ ചെയ്തിടാ, അതിന്റെ ഷോർട്ട് ഫോമും ഒന്ന് എഴുതിയിടാ. ക്വസ്റ്റ്യൻ വരാവുന്നത് വെച്ച് എടുത്തു എഴുതുന്നതാണ്. അപ്പൊ നോട്ട് ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ISO. അത് കിട്ടിയോ? ഈ ISO പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ആദ്യത്തെ സെന്റൻസ്. അപ്പൊ ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് അതിന് മുൻപിൽ ഒന്ന് ചേർത്തേ, ആ ഫസ്റ്റ് സെന്റൻസിന് മുൻപിൽ ഒന്ന് ചേർത്തേ. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പൊ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെയ്യുന്നുണ്ടോ? പിന്നെ വായിക്കുമ്പോ അത് മനസ്സിലാവില്ല, അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് കേട്ടോ. കാരണം ഈ ഭാഗത്ത് നിങ്ങൾ അധികം പരിചയമില്ലാത്ത ഭാഗം ആയതുകൊണ്ടാണ്. അപ്പൊ ക്വാളിറ്റിയെ കുറിച്ചൊരു ഡെഫിനിഷൻ ആണ്. നോക്കാം. Degree to which, that the quality is defined as degree to which a series of inherent characteristics that fulfill needs. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഇൻഹെറന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് അന്തർലീന സവിശേഷതകൾ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, നമുക്ക് കുറെ അധികം ആവശ്യകതകൾ അല്ലെങ്കിൽ നീഡ്സ് ഉണ്ട് ഇല്ലേ? ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ആയിരിക്കണം, ആ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കണം ഇല്ലേ? നമുക്ക് കുറെ അധികം ആവശ്യകതകൾ, നീഡ്സ് ഇല്ലേ? ഉണ്ടോ? അതിന് വേണ്ടിയിട്ടുള്ള ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ആവശ്യകതകളെ നിറവേറ്റുന്ന രീതിയിലുള്ള അന്തർലീന സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്താണ് ക്വാളിറ്റി? Quality is defined as a degree to which a series of inherent characteristics that fulfill the needs. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അത് വാങ്ങുമ്പോ അല്ലെങ്കിൽ അത് നമ്മൾ മേടിക്കുമ്പോ നമുക്ക് കുറെ ആവശ്യകതകളുണ്ട് അല്ലേ? അത് ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോ തന്നെ അത് ഇന്ന കളർ ആയിരിക്കണം, നമ്മുടെ കുറെ നമ്മുടെ ആവശ്യകതയാണ് അല്ലേ? ഇത് നമ്മുടെ റിക്വയർമെന്റ് അല്ലേ? ഇത് ഇന്ന കളർ. ഇപ്പൊ നമ്മളൊരു ബ്ലാക്ക് കളർ, നമുക്ക് ഒരു കളർ ആണെങ്കിൽ നമ്മളത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇന്ന കളർ ആയിരിക്കണം അത് വരേണ്ടത്. ആലോചിക്കാറില്ലേ? അല്ലെങ്കിൽ വാങ്ങുമ്പോ നമ്മൾ നോക്കാറില്ലേ അത്? അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം, അതിലെ വർക്ക് എങ്ങനെയായിരിക്കണം, നമ്മൾ ആലോചിക്കുന്ന കാര്യമല്ലേ? അതുപോലെ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം, ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കണം ഇല്ലേ? ഇതൊക്കെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ആവശ്യകതകളാണ് അല്ലേ? ഇത്തരം ആവശ്യകതകളെ നിറവേറ്റുന്ന അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്ന അന്തർലീന സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ലേ? ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമ്പോണന്റ് അല്ലെങ്കിൽ ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? വ്യത്യസ്ത ഗുണങ്ങളുണ്ട് അല്ലെ? നിങ്ങൾ ഓരോരുത്തരോടും മിസ് അതല്ലേ ആദ്യം ചോദിച്ചത്. ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അല്ലെ? പല സവിശേഷതകളെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ശരിയല്ലേ? ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ ക്വാളിറ്റി എന്ന് പറയുന്നതിന്റെ മാനദണ്ഡങ്ങൾ വ്യത്യാസമാണ് അല്ലെ? അപ്പോ ആ ഒരു നമ്മുടെ ആവശ്യകത എന്താണോ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ നമ്മുടെ ആവശ്യകത എന്താണോ അതിനെ നിറവേറ്റുന്ന രീതിയിലുള്ള അന്തർലീനമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ISO നൽകിയിട്ടുള്ള ഡെഫിനിഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആ ഡെഫിനേഷൻ ആദ്യമേ തുടങ്ങി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ പരിചയമില്ലാത്തത് കൊണ്ടാണ് മിസ് പറഞ്ഞത്. കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ടത് പരിചയമുള്ളതൊക്കെയാണ്. ഈ ഭാഗമൊന്നും നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തതായതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കിയെടുത്ത എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കിയെടുത്ത ഈ ഭാഗം എളുപ്പമാണ്. പക്ഷെ പ്രത്യേകിച്ച് PGയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ അത് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്, എന്താണ് അക്രഡിറ്റേഷൻ, അതൊക്കെ നമ്മളൊരു ചാപ്റ്റർ വൈസ് ആയിട്ട് അവിടെയും പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോവാനേ.
ക്ലിയർ ആണല്ലോ അല്ലെ? ആ ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മള് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്ന 1-2 പോയിന്റുകളുണ്ട്. അതാണ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അതിൽ ഈ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അന്തർലീനമായ സവിശേഷതകൾ. ഇവിടെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സജസ്റ്റ് എ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ. ക്വാളിറ്റിയെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന വ്യത്യസ്ത ഗുണങ്ങളെയാണ് അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? വ്യത്യസ്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത ഗുണങ്ങള് അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നിനെയും ഇപ്പൊ ക്വാളിറ്റിയെ വേർതിരിക്കുന്ന ഓരോരോ ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ? ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ഓരോരോ ഗുണങ്ങളാണ് പറഞ്ഞത് അല്ലെ? അവ വ്യത്യസ്തമായിട്ടുള്ള അത്തരം ഗുണങ്ങളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? അതാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഗുണങ്ങളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീഡ് ഓർ അസംഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലോയ്ഡ് ഓർ മാൻഡേറ്ററി. എന്താണ്? നിർബന്ധിതമായിട്ടുള്ള. ഇപ്പൊ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നീഡ് ഓർ അസംഷൻ, നമ്മുടെ ആവശ്യകതയാവാം അല്ലെങ്കിൽ അനുമാനങ്ങളാവാം. നമ്മുടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രസ്താവിച്ചിട്ടുള്ള നമ്മുടെ ആവശ്യകതകളോ അല്ലെങ്കിൽ നമ്മുടെ അനുമാനങ്ങളോ ദാറ്റ് ഈസ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി, അതായത് നിർബന്ധിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതോ ആയിട്ടുള്ള. നിർബന്ധിതമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യകതകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അനുമാനങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളവയാണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇത് സിംപ്ലി ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യകതകൾ അല്ലെ? നമ്മുടെ നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വരുമ്പോ ഇന്നതായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കില്ലേ? അസംഷൻ ചെയ്യില്ലേ? ഓൺലൈനൊക്കെ ഓർഡർ കൊടുത്ത് സാധനം വരുമ്പോഴല്ലേ നമുക്കത് പ്രൊഡക്റ്റ് കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ അനുമാനിക്കാറില്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? അസംഷൻ ചെയ്യാറുണ്ട്. വരുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കാം ഇല്ലേ? അതിനെ റിക്വയർമെന്റ് എന്ന് പറയും. അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇന്നതാണ് എന്ന് നമുക്ക് പ്രസ്താവിക്കുന്നതിനെയും നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയാം. പറ്റില്ലേ? അപ്പൊ 2 കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സും റിക്വയർമെന്റും ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് വന്നിരിക്കുന്ന 2 ടേംസ് ആണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കണേ. 2 ഡെഫിനിഷനിൽ നിന്ന് വന്നിരിക്കുന്ന 2 ടേംസ് ആണ്. അതിൽ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞാല് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്, ഓരോത്തിന്റെയും ഓരോ ഗുണങ്ങളെ, വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ്താവിച്ചിട്ടുള്ള നമ്മുടെ ആവശ്യകതകളാവാം അല്ലെങ്കിൽ അനുമാനങ്ങളാവാം. നിർബന്ധിതമായിട്ടുള്ള നമ്മുടെ ആവശ്യകതകളാവാം അല്ലെങ്കിൽ അനുമാനങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഇത് അവിടെ വരെയും ആ ഒരു ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ISOന്റെ എക്സ്പാൻഡ് ഫോമും നോട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ആ ഒരു ഭാഗം ചോദിക്കാറുള്ള ഭാഗമാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ. അതല്ലെങ്കിൽ പിന്നെ 1-2 വേർഡ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്താണെങ്കിലും റിക്വയർമെന്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കും കേട്ടോ. ആ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഇനി അടുത്തത് നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചുള്ള മറ്റൊരു ഡെഫിനിഷൻ ആണ്. ദ ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. എന്തായിരിക്കും അപ്പോ അടുത്ത ഒരു ഡെഫിനിഷൻ പറയുന്നത്? ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്, അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് പാലിക്കുന്നതിന്റെ അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ പാക്ഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളിലും അതിന്റെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഫുഡ് ഐറ്റംസിലാണെങ്കിലും പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസിലാണെങ്കിലും അതിൽ ഇത്ര പെർസെന്റേജ് പ്രിസർവേറ്റീവ് വരാൻ പാടുള്ളൂ, ഇത്ര പെർസെന്റേജ് കളറേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലേ? അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തുന്നത്. ശരിയല്ലേ?
നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ശരിയല്ലേ? അപ്പോ അത്തരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഒരു സ്റ്റാൻഡേർഡ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവ്, അതായത് അത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ, കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ക്വാളിറ്റിയുടെ രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ ആണ് ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കുറെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെ? അപ്പൊ ആ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും, നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? രണ്ടാമത്തെ ഡെഫിനേഷൻ മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സർവീസ് കൊടുക്കുന്നു, ഒരു സർവീസ് കൊടുക്കുന്നു. ആ ഒരു ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു സർവീസ് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള രീതിയിൽ ഒരു സർവീസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം മുൻകൂട്ടി നമ്മൾ കുറേയധികം മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ അതൊരു കൂട്ടം സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആ റൂൾസ് പാലിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പരിചരണം നൽകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണം നമുക്ക് കിട്ടണമെങ്കിൽ ഈ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇവിടെയും ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം മാനദണ്ഡങ്ങളുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ആ ഒരു ഡിഗ്രിയെ അല്ലെങ്കിൽ അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം മാനദണ്ഡങ്ങൾ നന്നായി പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ വരാറുള്ള ഭാഗമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇതിൽ വരുന്ന ഓരോ ഭാഗങ്ങളും നോട്ട് ചെയ്യണം കേട്ടോ. ഇത് ഓരോന്നും എന്താണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷുറൻസിനെ QA എന്ന് നമുക്ക് ഷോർട്ട് വേർഡ് ആയിട്ട് പറയാം. QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ആണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് ഇനി വരുന്ന സമയത്തൊക്കെ QA അല്ലെങ്കിൽ QC എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പോ QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ്, അതായത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്വാളിറ്റി അഷുറൻസ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഇപ്പൊ ഈ ഒരു ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നോക്കിയേ. ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് ഒരു സ്ഥാപനത്തില് ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലായോ? അത് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് എന്ത് നൽകുന്നതിലാണ്? പ്രധാനമായിട്ടും സെന്റർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റപ്പെടുമെന്ന ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്താണ് ക്വാളിറ്റി അഷുറൻസ് വന്ന? ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനെയാണ്, അല്ലേ? ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് നമ്മുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യകതകളും നിറവേറ്റപ്പെടുമ്പോൾ എന്താണ് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെ? ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്താണ്? ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ എല്ലാ ആവശ്യകതകളും നിറവേറ്റപ്പെടും എന്ന ഒരു ആത്മവിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സംതൃപ്തിയോടുകൂടി തന്നെ അല്ലെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവിടെ എന്താ? അവിടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യകതകളും നിറവേറ്റപ്പെടുന്നുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ ടേംസ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നു. അപ്പൊ അവിടെ QA എന്ന് പറയുന്നത് ശരിക്കും എന്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്? ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകളുണ്ടോ അതെല്ലാം നിറവേറ്റപ്പെടുമ്പോൾ, സ്വാഭാവികമായിട്ടും അതെല്ലാം നിറവേറ്റപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ശരിയല്ലേ? അല്ലേ? അവിടെ എല്ലാ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ എന്ത് ചെയ്തു? നിറവേറ്റി അല്ലെ? അപ്പൊ അത്തരം അങ്ങനെ നിറവേറ്റപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്നതിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്വാളിറ്റി അഷുറൻസ് മനസ്സിലായോ? ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അത് നിങ്ങളുടെ ആ ഒരു വേർഡ് തന്നെ മനസ്സിലാക്കി വെക്കുക. ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ നിറവേറ്റപ്പെടുമ്പോൾ അവിടെ നിറവേറ്റപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആത്മവിശ്വാസത്തിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ ക്വാളിറ്റി അഷുറൻസ്? ഓക്കെ. രണ്ടാമത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, QI. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അല്ലെ? ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. And quality improvement is an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പേഷ്യൻസ് ആണ് അല്ലെ? ഹോസ്പിറ്റലിലെ കൺസ്യൂമേഴ്സ് പേഷ്യൻസ് ആണ്. അപ്പൊ അത്തരം പേഷ്യൻസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സർവീസസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് സേവനങ്ങൾ നൽകുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രക്രിയയെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയുടെ ആ ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ, ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഡേറ്റാസിനെ വിലയിരുത്തുന്ന ഒരു ഓൺഗോയിങ് റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർച്ചയായ ഒരു പ്രതികരണമാണ് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഏതൊരു സർവീസ് ഇപ്പൊ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മൾ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള സർവീസുകളിലുള്ള മെച്ചപ്പെടുത്തലുകളാണ്. ശരിയല്ലേ? അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ? നിലവിലുള്ള സർവീസുകളിൽ നമ്മൾ മെച്ചപ്പെടുത്തൽ നടത്തുന്നതിനെയല്ലേ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ആണോ? ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ? നല്ല രീതിയിലുള്ള പുരോഗതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെയും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകള്, പേഷ്യൻസ് ആണല്ലോ ഇവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലെ? നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്ന പേഷ്യൻസ് അല്ലേ? അപ്പൊ അത്തരം പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുടെ ആ ഒരു സർവീസ് പ്രക്രിയ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക അല്ലേ? ആ സർവീസ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇപ്പൊ കൊടുക്കുന്നതിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് അടുത്ത പ്രാവശ്യം നമുക്കത് കൊടുക്കാൻ സാധിക്കണം. വേണ്ടേ? അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ ഓരോ സർവീസുകളുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ ഇവാലുവേഷൻ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ സർവീസ് കൊടുക്കുന്നത് ആ സർവീസുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ നടത്തണം. ഗുണനിലവാരം നല്ല രീതിയിൽ ആ സർവീസിനുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ആ സർവീസുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്ത് വിലയിരുത്തൽ നടത്തണം, ഇവാലുവേഷൻ നടത്തണം. എന്നാലാണല്ലോ ക്വാളിറ്റി കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ വിലയിരുത്തൽ നടത്തുന്ന ഒരു തുടർച്ചയായ അതിനോടുള്ള ഒരു പ്രതികരണ പ്രക്രിയയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ, നമ്മൾ അങ്ങനെ ഡേറ്റാസിനെ വിലയിരുത്തുമ്പോ അവിടെ ആ സർവീസുകളിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഉടനെ ആ ഒരു പ്രക്രിയയിൽ ഇംപ്രൂവ്മെന്റ് നടത്താനുള്ള അടുത്ത പ്രക്രിയയിലേക്ക് കിടക്കും. ശരിയല്ലേ? അപ്പൊ നമ്മളിപ്പോ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി മാത്രമല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് നല്ല പരിചരണങ്ങളും നല്ല രീതിയിലുള്ള സർവീസുകളും കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻസ് നടത്തി മെച്ചപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ. അല്ലാതെ ഒറ്റ പ്രാവശ്യം നമ്മൾ മെച്ചപ്പെടുത്തലാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് നടത്തി, ഇനി നമുക്ക് ആ വഴി നോക്കേ വേണ്ട എന്നാണോ വിചാരിക്കുക? ആണോ? അല്ല, തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു മെച്ചപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്രൂവ്മെന്റ് നടത്തുന്നത്? ആ പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ സർവീസുകളും മികച്ചതായിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടി അല്ലെ. അതെ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും വരുന്ന പേഷ്യൻസിന് നല്ല സർവീസുകൾ കൊടുക്കുമ്പോഴാണ് വരുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലേ. അത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആക്കി ഓരോ കസ്റ്റമേഴ്സിനെയും അവിടെ അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിനെയും വിടണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സർവീസുകളും അതിനനുസരിച്ച് മികച്ചതായിരിക്കണം, നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കണം വേണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ സർവീസുകളും അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുകയും അതിനോട് തുടർച്ചയായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതാണ് ഈ മെച്ചപ്പെടുത്തൽ എന്ന് പറയുന്ന പ്രക്രിയ. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത് ആ രണ്ടെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, അതിനുശേഷം ബാക്കി പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ പറയട്ടെ. തേർഡ് വൺ ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM. അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോമുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. QAയുടെ, QCയുടെ, TQMന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. That is a system of management centered on the principle that every member of staff should be committed to keeping the high standards of work in every aspect of a hospital operation. But total quality management എന്നപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് സംവിധാനമാണ്. എന്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനമാണ്? ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ്, എന്ത് തത്വത്തിലാണ് സെന്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ദാറ്റ് എവറി മെമ്പർ ഓഫ് ദ സ്റ്റാഫ് who should be committed to keeping high standards of work in every aspect of a hospital operation. ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു പ്രത്യേക മേഖല മാത്രമല്ല, ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ആര് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെങ്കിൽ ആര് കമ്മിറ്റഡ് ആയിരിക്കണം എന്നാ പറയുന്നത്? ആര് കമ്മിറ്റഡ് ആയിരിക്കണം എന്നാ പറയുന്നേ? അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും അല്ലെ, എവരി മെമ്പർ ഓഫ് സ്റ്റാഫുകളിലെ എല്ലാ അംഗങ്ങളും, എല്ലാ താഴെ നിലയിലുള്ള ലെവലിലുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ, ഉയർന്ന നിലവാരത്തിലുള്ള ലെവലിലുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, അങ്ങനെ ഇന്ന ആളുകളൊന്നുമില്ല. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം കണക്റ്റഡ് ആണ് അല്ലെ.
എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് നമ്മൾ ഡയറക്റ്റ് നേരിട്ട് കാണുന്നവർ മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അല്ലേ? ബാക്ക് സൈഡിൽ ഒരുപാട് പേര് ബാക്ക് സൈഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ എല്ലാ മെമ്പേഴ്സും എന്തിന് കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നാ പറയുന്നത്? ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഉയർന്ന നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കാനും അതവിടെ കീപ്പ് ചെയ്യാനും ഈ പറയുന്ന ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകളും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മൊത്തത്തില് ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? ആ ഒരു മൊത്തത്തിൽ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? ക്വാളിറ്റി മാനേജ്മെന്റ് അവിടുത്തെ സ്റ്റാഫുകളുടെ കയ്യിലാണ്, അല്ലേ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരിലൂടെയാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലെ ഓരോ ജീവനക്കാരും അവരെന്ത് ചെയ്യുന്നു? അവര് അവിടെ നടക്കുന്ന ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള കൃത്യമായ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? TQM. Okay. Then next one ആണ് total quality care. Total quality care is the provision of the best possible care through constantly enhancing services to meet or exceed the needs and hopes of the customer. Total quality care എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകുക എന്നുള്ളതാണ്. ആർക്ക് നൽകുക? ആർക്കും അവിടെ നമ്മൾ പരിചരണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടേ? പേഷ്യൻസിന്, അല്ലെ? നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള പേഷ്യൻസിനാണ് കൊടുക്കേണ്ടത്. അത് എങ്ങനെയുള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത്? നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടുള്ള, ശരിയല്ലേ? നമ്മൾ നിർദ്ദേശിക്കുന്നത് പേഷ്യന്റിനെ, അല്ലെ? പേഷ്യന്റിന്റെ ഹോപ്സിനനുസരിച്ച് പേഷ്യൻസ് എന്ത് രീതിയിലുള്ള പരിചരണമാണോ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ ആവശ്യകതകൾ എന്താണ്, അവരുടെ പ്രതീക്ഷകൾ എന്താണ്, അതിനനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നിറവേറ്റുന്ന രീതിയിലുള്ള മികച്ച സർവീസുകൾ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? എന്നാലല്ലേ പേഷ്യൻസിനെ സംതൃപ്തപ്പെടുത്താൻ പറ്റുള്ളൂ, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സർവീസ് തരുമ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആവുന്നത്, ആണോ? എല്ലാവരും അങ്ങനെയല്ലേ? അതെ. ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് ഹോപ്സ്, അവരുടെ ആവശ്യകതകളും അവരുടെ പ്രതീക്ഷകളും എന്താണ് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുന്ന രീതിയിലുള്ള മികച്ച സേവനങ്ങൾ നിരന്തരം നൽകുക. അതായത് നിരന്തരം നല്ല മികച്ച സേവനങ്ങൾ കൊടുത്തുകൊണ്ട് ബെസ്റ്റ് പോസിബിൾ കെയർ എന്നാണ്, അവർക്ക് സാധ്യമായിട്ടുള്ള മികച്ച പരിചരണം അതിലൂടെ ലഭ്യമാക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ. നമുക്ക് മികച്ച സാധ്യമായിട്ടുള്ള മികച്ച പരിചരണം അവിടുത്തെ പേഷ്യൻസിന് നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. എന്തിലൂടെ നൽകാൻ പറ്റും? നിരന്തരമായിട്ട് നമ്മൾ സർവീസുകളിൽ മെച്ചപ്പെടുത്തൽ നടത്തുകയും അതിലൂടെ വരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകളും പ്രതീക്ഷകളും നിറവേറ്റുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താന്നുള്ളത്? ഓക്കെ, ശരി. ലാസ്റ്റ് വൺ ആണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ QC എന്ന് പറയുന്നത്. Quality control is a procedure or set of procedures
that intend to make sure that medical services adheres to a defined set of quality criteria or meet the requirement of the client or customer. ഇവിടെ നോക്കി ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ഗ്രൂപ്പ്, ഒരു പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആവാം, ഒരു നടപടിക്രമമാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഒരു കൂട്ടം നടപടിക്രമങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇന്റൻ ടു മേക്ക് ഷുവർ ദാറ്റ്, എന്തുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാ, മെഡിക്കൽ സർവീസസ് എല്ലാം ആ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ ആ മെഡിക്കൽ സർവീസുകൾ പാലിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രൊസീജിയേഴ്സിനെ അല്ലെങ്കിൽ ഒരു നടപടിക്രമത്തെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എ പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. ഒരു നടപടിക്രമമാവാം, ഒരു കൂട്ടം നടപടിക്രമങ്ങളാവാം. that intend to make sure, എന്തുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ്. എന്തുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗുണനിലവാര മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് മെഡിക്കൽ സർവീസുകൾ പാലിക്കുന്നുണ്ടോ, നമ്മൾ നൽകുന്ന സർവീസുകൾ ആ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ അവിടെ വരുന്ന ക്ലയന്റിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ആവശ്യകതകൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്വാളിറ്റി കൺട്രോൾ മനസ്സിലായോ? ക്ലിയർ ആണോ? അത് എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഒന്നൊരു പറയണോ? ഓക്കെ ആണോ? അത് ഒന്നുകൂടി പറയണം. നോക്കി, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നിയന്ത്രിക്കുക എന്നുള്ളതാണ്, ഗുണനിലവാരത്തെ നിയന്ത്രിക്കുക. അതായത് രണ്ടെണ്ണമാണ് പറയുന്നത്. ഇതൊരു ക്വാളിറ്റി കൺട്രോൾ എന്ന് ഒരു നടപടിക്രമമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നടപടിക്രമം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് നടപടിക്രമങ്ങളെയാണ്, ഒരു കൂട്ടം നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ഈ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ വേണ്ടി ഈ പ്രൊസീജിയർ വെച്ചിരിക്കുന്നത്? എന്തുറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാ, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ സർവീസുകൾ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന മെഡിക്കൽ സർവീസുകൾ, അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റി ക്രൈറ്റീരിയകളുണ്ട്. ഏതൊരു സർവീസും നമ്മൾ കുറച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ അനുസൃതമായിട്ട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള സർവീസുകളാണോ അവിടെ കൊടുക്കുന്നത്, അത് ഉറപ്പുവരുത്താനുള്ള പ്രൊസീജിയർ ആവാം. അല്ല എങ്കിൽ അവിടുത്തെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റുകളുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു സർവീസ് ആണോ അവിടെ നിന്ന് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, ശരി. അപ്പൊ അവിടെ വലിയ വേഗം വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ. ക്വാളിറ്റി ഡാഷ് ഇസ് എ പ്രൊസീജിയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ്. അതിലിങ്ങനെ വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആ ഭാഗം കാണാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന് ISO ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. A part of quality management focused on fulfilling quality requirements. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആ ഒരു ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ക്വാളിറ്റി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ ക്വാളിറ്റി റിക്വയർമെന്റ്സ്? ആരുടെ ക്വാളിറ്റി റിക്വയർമെന്റ്സ്? വരുന്ന കസ്റ്റമേഴ്സിന്റെ ക്വാളിറ്റി റിക്വയർമെന്റ്സിനെ നിറവേറ്റുന്നതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള, അല്ലെ? നമ്മൾ നേരത്തെയും അത് തന്നെയാ പറഞ്ഞേ, കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സിനെ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ശരിയല്ലേ? അത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. ക്വാളിറ്റി റിക്വയർമെന്റ്സ്, അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ ഗുണനിലവാരം, ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ? കസ്റ്റമേഴ്സിന്റെ, അവരുടെ ക്ലയന്റിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് നിറവേറ്റുന്നുണ്ടോ? അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡെഫിനിഷൻ മനസ്സിലായോ? മറ്റേ ഡെഫിനിഷൻ പോലെ മറ്റേത് പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അവിടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ സർവീസുകൾ കൊടുക്കുന്നതിലുള്ള ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമറിന്റെ ആവശ്യകത നിറവേറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിലെല്ലാത്തിലും നമ്മൾ കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട് കസ്റ്റമറിന്റെ ആവശ്യകത നിറവേറ്റുക എന്ന് പറയുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സർവീസുകളിലൂടെയല്ലേ ഇത് നിറവേറ്റുന്നത്, അല്ലേ? നമ്മൾ കൊടുക്കുന്ന സർവീസുകളിലൂടെയാണല്ലോ അവരുടെ ആവശ്യകതകൾ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ നമുക്ക് ഇന്ന രീതിയിലായിരിക്കണം, നമുക്ക് ഇന്ന കെയർ കിട്ടണം എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകളിലൂടെയാണ് അത് നിറവേറ്റുന്നത്, അല്ലെ? അപ്പൊ അത്തരം സർവീസുകൾ കൊടുക്കുമ്പോൾ അവിടെ നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ? ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിന്റെ ആ ഒരു ആവശ്യകത നിറവേറ്റുന്നുണ്ടോ? അതിൽ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഡെഫിനിഷൻ? ചോദിക്കാറുണ്ട് കേട്ടോ. ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. For hospital quality management എന്ന് പറയുന്നത് refers to the process of managing the total hospital operation in a worthwhile fashion. വളരെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രക്രിയ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ, അല്ലെ, ടോട്ടൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇൻ എ വർത്ത് വൈൽ ഫാഷൻ, എന്താണ്, ഒരു മൂല്യവത്തായിട്ടുള്ള രീതിയിൽ ബൈ അപ്ലൈയിങ് ഡിഫറെന്റ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മെഷേഴ്സ്, വിവിധ ക്വാളിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വാളിറ്റി മെഷേഴ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അത്തരം മാനദണ്ഡങ്ങളും അത്തരം നടപടിക്രമങ്ങളും ഒക്കെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ മാനദണ്ഡങ്ങളോ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു മൂല്യവത്തായ രീതിയിൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഇൻ എ ഡിസൈറബിൾ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഹോസ്പിറ്റല് വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി, ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ
മാനേജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ്? ഒരു മൂല്യവത്തായ രീതിയിൽ നമ്മൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അതിൽ ഓരോ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ മെഷേഴ്സ്, നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഓരോരോ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മെഷേഴ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുമ്പോൾ അവിടെ നിന്ന് പോകുന്ന ഓരോ സർവീസുകളിലും അതിൻ്റെതായ മികച്ച ക്വാളിറ്റി ഉണ്ടാവില്ലേ? ഹൈ ക്വാളിറ്റി ഉള്ള സർവീസുകളും കെയറുകളും ആയിരിക്കും അപ്പൊ അവിടെ നിന്ന് പോവുക, അല്ലേ? അപ്പൊ അത്തരം ഒരു മാനേജ്മെന്റ് പ്രക്രിയയാണ് ശരിക്കും ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത്തരം സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ മെഷേഴ്സും ഒക്കെ നടപ്പിലാക്കുന്നതിലൂടെ ഹോസ്പിറ്റല് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? പ്രോസസ് ഓഫ് മാനേജിങ് ദ ടോട്ടൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്ന പ്രക്രിയ എന്തിലൂടെയാണ്? വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലെ? അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെയുള്ള ഓരോ സർവീസുകളായിക്കോട്ടെ, അവിടെ കൊടുക്കുന്ന ഓരോ പരിചരണങ്ങളായിക്കോട്ടെ, അതെല്ലാം മികച്ചതാക്കി കൊണ്ടുവരികയും അതിലൂടെ ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് ആ ഡെഫിനിഷനും ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത് കേട്ടോ. ദ ക്വാളിറ്റി മാനേജർ ഇൻ എ ഹോസ്പിറ്റൽ must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specification in the hospital. അപ്പൊ ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതാണ്, അല്ലെ? ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ ഓരോ വിവിധ മേഖലകളിലെയും കെയറും സർവീസുകളുമായുള്ള ട്രീറ്റ്മെന്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. സോ അത്തരം പ്രോഗ്രാം സെല്ലുകൾ, ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ട അത്തരം പ്രോഗ്രാം സെല്ലുകൾക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ ഈ ഒരു ക്വാളിറ്റി മാനേജർ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഓരോ ഇടങ്ങളിലും സ്ഥാപിക്കുക. കൃത്യമായ മാനദണ്ഡങ്ങൾ, ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് സ്ഥാപിക്കുക, മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക, സ്പെസിഫിക്കേഷൻസ്, പ്രത്യേകതകളും ഓരോരോ ഇടങ്ങളിലും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകള്, മാനദണ്ഡങ്ങള്, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് രൂപപ്പെടുത്തുകയും അതവിടെ സ്ഥാപിക്കുകയും ചെയ്യുക. Then he or she must pursue quality improvement in all the process and procedures of the hospital and share report. അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ നടത്താനായിട്ട് പ്രേരിപ്പിക്കുക. ഹോസ്പിറ്റലിലെ ഓരോ പ്രക്രിയയുമായി ബന്ധപ്പെട്ടും ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രവർത്തനവും നടപടിക്രമങ്ങളും അവിടുത്തെ പ്രക്രിയ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള
ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അതിലൊക്കെയുള്ള ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക, അതിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അതാത് അധികാരികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ആദ്യത്തെ ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി, ഒരു ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം സെല്ലുണ്ട്. ആ പ്രോഗ്രാം സെല്ലിന് ആവശ്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകേണ്ടത് ഈ ഒരു ക്വാളിറ്റി മാനേജർ ആണ്. അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട്, ഓരോ ഏരിയാസുമായി ബന്ധപ്പെട്ട് അവിടെ ക്വാളിറ്റി ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള്, മാനദണ്ഡങ്ങള്, പ്രത്യേകതകള് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രൂപപ്പെടുത്തുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? രണ്ടാമത്തത് സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, സ്പെസിഫിക്കേഷൻസ് മുതലായവ വർക്ക്ഔട്ട് ചെയ്യാതെ രൂപപ്പെടുത്തുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതായത് അതാത് സ്ഥലങ്ങളിൽ അത് സ്ഥാപിക്കുക അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തത് പറയുന്നത് ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലെയും ഇംപ്രൂവ്മെന്റ് നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ വേണം, അല്ലെ? എന്നാലാണ് നല്ല ക്വാളിറ്റിയിലുള്ള മികച്ച കെയറും പരിചരണങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹി ഓർ ഷീ മസ്റ്റ് പെർസ്വേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് ഇൻ ഓൾ ദ പ്രോസസ്സസ്, ഹോസ്പിറ്റലിലെ എല്ലാ പ്രക്രിയയിലും എല്ലാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും അതില് കൃത്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് അതാത് അധികാരികൾക്ക് ആ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ഭാഗം. ഓക്കെ ആണോ? കഴിഞ്ഞോ? ഓക്കെ. ഇനി കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് പറഞ്ഞു വെക്കാം. കീ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ്. അതാണ് ക്ലിനിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എന്തായാലും അവർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ നോൺ ക്ലിനിക്കൽ സർവീസുകൾ, അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷനെ തടയുക, സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, ഡയറ്റ് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഡയറ്റ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസ്, ചികിത്സാപരമല്ലാത്ത സേവനങ്ങളുടെയും ആ ഒരു ക്വാളിറ്റി മികച്ചതാക്കുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. രണ്ടാമത് പറയുന്നത് എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് OPD ഏരിയയുമായി ബന്ധപ്പെട്ട്, വാർഡുമായി ബന്ധപ്പെട്ട്, ലേബർ റൂമുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യൻസിന് കൊടുക്കുന്ന മറ്റു ഫെസിലിറ്റി സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഔട്ട്സോഴ്സ്ഡ് സർവീസസ്, ലോണ്ടറി, അതുപോലെ നമ്മൾ ചിലപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് പുറമെ കൊടുത്ത് അല്ലെങ്കിൽ പുറമെയുള്ള ഏജൻസിയുടെ സഹായത്തോടു കൂടി ചെയ്യാറുണ്ട്. സോ അത്തരം കേസുകളിലൊക്കെ ആ ഒരു വൃത്തി ഉള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അപ്പൊ അതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണല്ലോ. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞാല് നോൺ ക്ലിനിക്കൽ സർവീസസ്, ചികിത്സാപരമല്ലാത്ത സേവനങ്ങളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായവയിലും അങ്ങനെയുള്ള ചികിത്സാപരമല്ലാത്ത എല്ലാ സർവീസുകളിലും കൂടി ആ ഒരു ക്വാളിറ്റി മികച്ചതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തത്
ക്ലിയർ ബാക്ക്ഗ്രൗണ്ട്, അതായത് OPD ഏരിയ, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യൻസിന് കൊടുക്കുന്ന മറ്റ് ഫെസിലിറ്റി നൽകുന്ന കേന്ദ്രങ്ങള്, ഔട്ട്സോഴ്സ് സർവീസ് മുതലായ എല്ലാ ഏരിയയിലും ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഈ രണ്ടെണ്ണം ഒന്ന് വായിച്ചിട്ട് വരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ ആണോ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ശരി. Thank you.